TNB ആർക്കേഡിലെ ഒരാള് ഇല്ലാതെ എല്ലാവരും ഒരു പാട്ട്. അതാണ് തീരുമാനം. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും മത്സരത്തിൽ പങ്കുചേർന്ന് സന്തോഷം പങ്കുവെക്കുന്ന കാര്യമാണ്. ഒന്ന് മാറി അവിടുന്ന് പതുക്കെ വന്നാൽ മതി. പതുക്കെ വരുന്നവരായിരിക്കും ജയിക്കുന്നത് കേട്ടോ. ഒരാളാണെങ്കിൽ അഞ്ചു പേരുണ്ട്. 1, 2, 3 പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ. അല്ലല്ല 1, 2, 3 ഈ മത്സരം സ്പോൺസർ ചെയ്ത് ഐഫോന്റെ വക്കീലന്മാരുടെ വാർഷിക
അവനെ പുറത്താക്കിയോ? അപ്പം വിനോദാണ് ഒരുപാട് കസേരകളുണ്ട്. അതുപോലെ ഇല്ലാത്ത ഒരുപാട് കസേരകളാണ് ഇതിലാകെ പാടില്ല. ഒരു സെക്കൻഡ് വേഗം 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 ഇല്ലാത്ത വേഗം 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 കസേര നോക്കാൻ പാടില്ല. കസേര നോക്കാൻ പാടില്ല. വേഗം വേഗം പല കളിയിലും വിജയിച്ചിട്ടുണ്ട്. അടുത്തോ ഭയങ്കര പാട്ടായി പോയല്ലോ. ഇരുന്നോ 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 ഇരുന്നോ. അങ്ങനെ സീമ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പൊറോട്ട ഇരിക്കാൻ ഏറ്റവും മികച്ചയായ നമ്മൾ കണ്ടെത്തും. നാളെ പല തരത്തിലുള്ള കസേരകളിലും
18 പേർക്ക് ഈ കലാപരിപാടി പങ്കെടുക്കാനുള്ള അവസരം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഉല്ലാസ് സാറാണ് പാടുന്നത്. പാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തോ സാധനം എടുക്കത്തില്ല, സാധനം എടുക്കത്തില്ല. അങ്ങനെ നോക്കല്ലേ. സാധനം എന്ത് അവിടെ ഇരിക്കുന്നത് സായിബ് സാറിന്റെ തലയാന്ന് വിചാരിക്കുക. അടിക്കുക, നേരെ പോയത്. ഇടത്തോട്ട് പോവാ, ഇടത്തോട്ട് പോവാ. നിങ്ങളുടെ സമ്മാനം പോക്കാൻ നോക്കട്ടെ, നിങ്ങളുടെ സമ്മാനം പോക്കാൻ നോക്കട്ടെ. മുമ്പോട്ട് വാ, മുമ്പോട്ട് വാ, മുമ്പോട്ട് വാ, മുമ്പോട്ട് വാ. അടിക്കല്ലേ, 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 അടിക്കല്ലേ. ഒരു 60 ഡിഗ്രി ഇടത്തോട്ട് മാറി. 60 ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഇടത്തോട്ട് പോകണം. അല്ല, വലത്തോട്ട്, 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 വലത്തോട്ട്. തടയില്. അല്ല, അങ്ങനെ പോണ്ടത്, അങ്ങനെ പോണ്ടത്. ആ, ഇടത്തോട്ട്, വലത്തോട്ട്, വലത്തോട്ട്. ആ, പൊട്ടി 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 പൊട്ടി. രസകരമായ ചൂടുവെപ്പുമായി അടുത്തയാൾ വന്നിട്ടുണ്ട്. നമ്മുടെ സുഗുണൻ വന്നിട്ടുണ്ട്. രസകരമായ ചൂടുമായി സുഗുണൻ മുന്നോട്ട് വരുന്നുണ്ട്. രസകരമായ ചൂടുമായി സുഗുണൻ മുന്നോട്ട് വരുന്നുണ്ട്. സുഗുണൻ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് സുഗുണൻ പ്രദീപന് നൽകിയത് പകരമായിട്ട് ജയിച്ചു ജയിച്ചു ജയിച്ചു. നടന്നില്ല സുഗുണ, നടന്നില്ല.
സജുവിനെ ആദ്യം അടിക്കാം. സമ്മാനം സ്പോൺസർ ചെയ്ത സജുവിനെ ആദ്യം അടിക്കണം. ഇടത്തോട്ട് പോ സജിയ, ഇടത്തോട്ട് പോ. അവനെ കൊല്ലരുത്. ഒരു 4 അടി 5 അടി ഇടത്തോട്ട് പോ. അടി തുടങ്ങിയിട്ടുണ്ട്. അടിക്കല്ലേ നിങ്ങളുടെ കാലം അടിച്ചേനെ. എന്റെ കാലം എന്നെ അടിക്കാനാ വന്നത് കേട്ടോ, കുടമടിക്കാൻ വന്നല്ലേ. നമ്മുടെ കൊച്ചു കൂട്ടുകാരി, നമ്മുടെ സതിയുടെ മകൾ, സതിയുടെ കുഞ്ഞു അടിച്ച് പൊട്ടിക്കാൻ വരുന്നു. ഞാൻ ഷൈനി ആന്റിക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതിയുടെ മകൾ അടിച്ചു പൊട്ടിക്കാൻ വരുന്നു. ഷൈനി അതുപോലെ വിനോദ് സാർ പോയ കണക്ക് പോയാൽ മതി. വെള്ളം കിട്ടും. ഇത്രയും കാല് വെച്ച് പോട്ടെ. ജയിച്ച് പനിമതി മൂകി ബാല അടിയോളം കൊടുക്കും ഉണ്ടായിരിക്കും. പനിമതി മൂകി ഓണം ഹാപ്പി ഹാപ്പി ഓണം ഹാപ്പി ഓണം സ്വന്തമായിട്ട് കഴിക്കുന്നു കട്ട് ചെയ്ത്
മോളി ചെന്നേ ആ മോക്ക് ഒരു പീസ് അങ്ങനെ മുറിക്കണം. ഫേസ്ബുക്ക് ഇടും പിന്നെ ഈ പറയുന്ന പോലെ വിജയൻ സാർ ഉൾപ്പെടെ സാറിന് അത്ര സഹൃദയനാണോന്ന് എനിക്ക് താല്പര്യം കുറവുണ്ട്. എങ്കിലും സാർ ഉൾപ്പെടെയുള്ളവർ അകത്ത് വന്ന് ഈ പരിപാടിക്ക് പരമാവധി ഇത് നൽകണം എന്ന് പറയുന്നു. അപ്പം ചേച്ചിയുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ശശി പാലാരിയുടെ ശശി നമ്മള് പാടുപെടും. मैं शायर तो नहीं, मैं शायर तो नहीं, मगर हंसी जब से देखा मैंने तुझको मुझको शायरी आ गई. എന്റെ അണ്ണന് വയ്യേ. मैं शायर तो नहीं, मगर हंसी जब से देखा मैंने तुझको मुझको शायरी आ गई. मैं आशिक तो नहीं, मगर हंसी देखा मैंने तुझको मुझको आशिकी आ गई. मैं शायर तो नहीं. പലതരം സൈക്കിള് കണ്ടിട്ടുണ്ട്. സൈക്കിൾ മത്സരത്തിന്റെ प्यार का नाम मैंने सुना था, मगर प्यार क्या है ये मुझको नहीं थी खबर. प्यार का नाम मैंने सुना था, मगर प्यार क्या है ये मुझको नहीं थी खबर. मैं तो उलझा रहा उलझनों की तरह, दोस्तों में रहा दुश्मनों की तरह. तो मैं दुश्मन तो नहीं, मगर हंसी जब से देखा मैंने तुझको मुझको दोस्ती आ गई. मैं शायर तो नहीं.
നമ്മള് ഞാൻ ആദ്യമായിട്ട് മൈക്ക് എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റം മൈക്ക് കണ്ടുപിടിച്ചതാണ്. കൈ കിട്ടിയ ഞാൻ സാറും പിണറായി വിജയനും ഒരുപോലെ ആണോ സാറേ? എനിക്ക് പറയാനില്ല. നമ്മുടെ ഈ സെന്ററിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ സീനിയറായ വിജയൻ സാറാണ് നമ്മളുടെ ഒരു രണ്ടഭിപ്രായമെങ്കിലും ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മളുടെ അടുത്ത് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാവിധ ആശംസകളും ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുകയും ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറും. സാറ് മൈക്ക് കണ്ടതിനെ ചീത്ത വിളിച്ചതേ, മൈക്ക് ഇരിക്കുന്ന ആളെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൈക്ക് കാരണമാണ്, മൈക്ക് കാരണമാ. അറിയത്തില്ല अब एक रंग है वो जहां भी ले जाए राहे हम संग है तेरे में विളിച്ചു വൈകുന്നേരന്റെ ദൂരെ ദൂരെ ദൂരത്തായി നമ്മൾ നിൽക്കുന്നെങ്കിലും ആ ദൂരം പോലും ചാരിയല്ലേ ഞാനല്ലേ നോക്കി അവളടുത്തില്ല അകലെയെങ്ങു മറിഞ്ഞു പോയി തന്നെ പറന്നു പോയി. ഓണാഘോഷത്തിന്റെ ഭാഗമായി എവിടെയോ ചില അപേക്ഷ കൊടുത്ത് നിരസിച്ച കഥയാണ് അദ്ദേഹം പറഞ്ഞത്. അത് മലയാള പാട്ടിന്റെ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിരസിക്കുന്നു എന്നുള്ളത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിരസനം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അടുത്തത് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും നമ്മളുടെ ഈ ഫംഗ്ഷന്റെ ഓണാഘോഷത്തിന്റെ ആ ഒരു ആഘോഷം കൂട്ടുന്നതിന് വേണ്ടി ഒരു പാട്ട് പാടി അതല്ലെങ്കിൽ ഏതെങ്കിലും കഴിവ് കാണിക്കാൻ പറ്റുമെങ്കിൽ കഴിയുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ അവരെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ അതിന്റെ ഇടയ്ക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവനായ ശശി ഒരു പാട്ട് വളരെ മനോഹരമായി രണ്ട് ശശി ഒറ്റ കാര്യമുള്ളൂ, കൂടുതൽ വരിയിലോട്ട് പോകുന്നു. നല്ല ഒരു 4 വരി ശശി ഇവിടെ പാടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ മൈക്ക് ശശിക്ക് താമസിച്ച് വന്നാൽ ശരിയാവും. താമസിച്ച് വരുന്നവർക്ക് ആ ഓഫീസിൽ വളരെ മര്യാദയ്ക്ക് നമ്മളുടെ അടുത്ത് ഏറ്റവും മര്യാദപൂർവം പെരുമാറാനും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൂടെ തന്നെ നിൽക്കാനും സഹായിച്ച ശ്രീ പ്രദീപ് അണ്ണനും പ്രിയചേച്ചിക്കും ഒരിക്കൽ കൂടി ഇവിടെ ഉള്ള എല്ലാ അഭിഭാഷകരുടെയും പേരിൽ ഞാൻ നന്ദി ആശംസിക്കുകയാണ്. അതോടൊപ്പം എന്തെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് പ്രതിബന്ധത്തിൽ നിന്നും നമുക്ക് ഒരു ആശംസാ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടത് നമ്മളുടെ വളരെ അത്യാവശ്യമാണ്. കാരണം പ്രതിബന്ധൻ നമ്മളുടെ അത്രത്തോളം നമ്മളെ സഹായിച്ച് നമ്മളുടെ കൂടെ നമ്മളിൽ ഒരാളായി തന്നെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഒരു സെക്കൻഡ് പ്രതിബന്ധന് പറയുന്നതിന് മുമ്പ് നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് സജീവ്കുമാർ ഒരു വാക്ക് പാറങ്കോട് സജീവ്കുമാർ ശ്രീ സജീവ്കുമാർ പാറങ്കോട് എന്ന് പറയുന്ന ഒരു ദേശം നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല.
അപ്പോൾ പാറങ്കോട് ശ്രീ സജികുമാർ സാർ ഒരു വാക്ക് അതിനു മുമ്പ് നമ്മളുടെ ഈ ഓണാഘോഷ പരിപാടികളെ കുറിച്ചും ഈ പറയുന്ന ആഘോഷങ്ങളെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു. ഓണാഘോഷ പരിപാടികളിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വിശിഷ്യ പ്രതിവണ്ണൻ ചേച്ചി, പിന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരന്മായ അഭിഭാഷക സുഹൃത്തുക്കൾ, പിന്നെ അഭിഭാഷക സുഹൃത്തുക്കൾ, ഒപ്പം സഹോദരന്മാരെ കൃക്കന്മാരുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹാർദമായ ഓണാശംസകൾ പറയുകയാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഓണമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പാറങ്കോടിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചു. പിന്നീട് പുള്ളി പറയാനുള്ള പറഞ്ഞ പുള്ളി പറയുമായിരിക്കും, നിൽക്കട്ടെ. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമമാണ് പാറങ്കോട്. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് പടിഞ്ഞാറ് ആയിട്ട് വലിയൊരു പുളിയുണ്ട്. അപ്പോൾ പുളിയിൽ എല്ലാ